ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. കാക്ക ഒന്നെന്താ ഉണ്ടാക്കാൻ പോണേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണേ സാധാ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണേ. സാധാ നമ്മൾ ഉണ്ടാക്കൽ വലിയ ഉള്ളി കൊണ്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണേ ചെറിയ ഉള്ളി കൊണ്ട് എങ്ങനെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം, അതിൻ്റെ ടേസ്റ്റ് എന്താണ് എന്നുള്ളത് നോക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചെറിയ ഉള്ളി കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ വലിയ ഉള്ളി ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളി കുറച്ച് അധികം വേണം. ചിക്കന് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, അതുപോലെ തന്നെ പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ചിക്കന് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുക്കുക. ഇനിയിപ്പോൾ അതാ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഉള്ളി, തക്കാളി കട്ട് ചെയ്തെടുക്കലാണ്. ഉള്ളി കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത്രയും അധികം ചെറുള്ളി ക്ലീനാക്കി കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യം തന്നെയാണ്. പക്ഷേങ്കിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചതവ് റെഡിയാക്കി എടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മളിത് വേവിച്ചെടുക്കാൻ പോവാണ്. ഈ ഒരു ചട്ടിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച ചതവ് ഇട്ട് കൊടുക്കുക. അത് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം മാറി നല്ല സ്മെല്ല് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് നേരത്തെ കട്ടാക്കി വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ല രീതിയിൽ കളറ് മാറരുത്, ചെറുതായിട്ട് കളറ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ഉള്ളി ചെറുതായിട്ട് കളറ് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, അതുപോലെ തന്നെ കാശ്മീരി പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയിട്ടുള്ള, എരിവിന് നമ്മൾ സാധാ മുളകും പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളത് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി നമ്മൾ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ, അധികമായി പോകരുത്. മല്ലിപ്പൊടി അധികമായി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറഞ്ഞു പോകും. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ മസാല പിടിപ്പിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കലാണ്. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്കുള്ള ഉപ്പ് നമ്മൾ നേരത്തെ മസാല തേച്ച് പിടിപ്പിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് മസാലയിലേക്കുള്ള ഉപ്പാണ്. അതല്ലെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ നേരത്തെ ഉള്ളി വാട്ടിയ ടൈമിൽ ഇട്ട് കൊടുത്താലും മതിയായിരുന്നു. നമ്മളപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളിത് മൂടി വെച്ച് വേവിച്ചെടുക്കലാണ്. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേവിച്ചെടുക്കണം. കാര്യം എന്താ വെച്ചാൽ നമ്മളിതിലേക്ക് കൂടുതലൊന്നും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മളെ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ അടി പിടിച്ച് പോകും, നമ്മൾ കാര്യമായിട്ട് വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അതാ നമ്മൾ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും
അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കലാണ്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ സാദാ ചോറ്, അതുപോലെ തന്നെ നെയ്ച്ചോറ്, പത്തിരി, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.